എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ രീതി തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം, പാരീസിലെ ബാസ്റ്റൽ കോട്ടയുടെ പതനം, ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കുളച്ചൽ യുദ്ധം. പോളവാരം ജലസേചന പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഓപ്ഷൻ എ ആണ് ഗോദാവരി. ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം. ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷരം അൽ ഷൈഖിൽ നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദേൽ ഫത്താഹ് അൽ സിസിയുമാണ് അധ്യക്ഷത വഹിച്ചത്. ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം. ഹിതകാരിണി സമാജം, വീരേശലിംഗം, സ്വാഭിമാന പ്രസ്ഥാനം, EV രാമസ്വാമി നായ്ക്കർ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ ഡി ആണ് രണ്ടാമത്തേത് മാത്രം. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി. ഓപ്ഷൻ എ ആണ് വാവു വേലി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻ എ ആണ് ആനമുടി. ഗാദർ ഏത് മണ്ണിന്റെ വകഭേദമാണ്? ഓപ്ഷൻ ബി ആണ് എക്കൽ മണ്ണ്. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണം ഏത്? ഓപ്ഷൻ എ ആണ് ഹൈഗ്രോമീറ്റർ. പകലത്തെ സൂര്യതാപമേറ്റ് പർവ്വതച്ചരിവിലെ വായു വികസിച്ചു ഉയരുന്നത് മൂലം താഴ്വരയിൽ നിന്ന് പർവ്വത മുകളിലേക്ക് കാറ്റ് വീശുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി ആണ് താഴ്വര കാറ്റ്. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഓപ്ഷൻ എ ആണ് സന്തോഷ് കുമാർ. കോളനി ഭരണകാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് പ്രസ്താവന 1-3 ശരി. കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു. ഭൂവുടമ സമ്പ്രദായം കാർഷിക മുരടിപ്പിന്റെ പ്രധാന കാരണമായി. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത്? ഓപ്ഷൻ ബി ആണ് 1970 പകുതി മുതൽ 1980 പകുതി വരെ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച ശേഷം ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ സി ആണ് 2-3 ശരി. ഗാട്ടിന്റെ പിൻഗാമിയായിരുന്നു WTO. ഗാട്ട് സ്ഥാപിതമായ വർഷം 1948 ആയിരുന്നു. ഒരു രാജ്യത്തിന്റെ ആരോഗ്യപരമായ അവസ്ഥ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സൂചകം. ഓപ്ഷൻ ഡി ആണ് ഇതെല്ലാം. ശിശുമരണ നിരക്ക്, ആയുർദൈർഘ്യം, പകരുന്നതും അല്ലാത്തതുമായ അസുഖങ്ങളുടെ സാന്നിധ്യം. നീതി ആയോഗുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? ഓപ്ഷൻ ബി ആണ് 2002. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ്. ഒരു ബിൽ പണബില്ലാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ലോക്സഭാ സ്പീക്കർ. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുൻപ് വരെയുള്ള വിവരങ്ങളാണ് ലഭ്യമാവുന്നത്? ഓപ്ഷൻ സി ആണ് 20 വർഷം. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച കേസ്? ഓപ്ഷൻ ബി ആണ് മർബറി വേഴ്സസ് മാഡിസൺ കേസ് 1803. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് 1-4. മതപരമായ ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം അതാത് മതങ്ങൾക്ക് നൽകുന്ന അനുച്ഛേദം? ഓപ്ഷൻ ബി ആണ് അനുച്ഛേദം 26. പ്രൊറഗേഷൻ എന്നത്? ഓപ്ഷൻ സി ആണ് ഒരു സെഷൻ അവസാനിക്കുന്നു. താഴെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് നടനെയാണ് വോട്ടർ ബോധവൽക്കരണത്തിനായി നിലവിൽ ദേശീയ പ്രതീകമായി അംഗീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് രാജ്കുമാർ റാവു. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് 1 ലക്ഷം. കേരളത്തിൽ MC ജോസഫൈന് തൊട്ടു മുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി? ഓപ്ഷൻ ഡി ആണ് ശ്രീമതി KC റോസക്കുട്ടി. താഴെ തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് സുകൃതം. P സച്ചിദാനന്ദന്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? ഓപ്ഷൻ എ ആണ് മരണ സർട്ടിഫിക്കറ്റ്. ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാവുന്ന പ്രധാന വാതകം? ഓപ്ഷൻ ഡി ആണ് ക്ലോറോഫ്ലൂറോ കാർബൺ. താഴെ പറയുന്നവയിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് മലേറിയ. മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം? ഓപ്ഷൻ എ ആണ് കരൾ. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം? ഓപ്ഷൻ എ ആണ് ജീവകം D.
പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ്? ഓപ്ഷൻ ബി ആണ് സ്തനാർബുദം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏത്? ഓപ്ഷൻ ഡി ആണ് മൃതസഞ്ജീവനി. പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത്? ഓപ്ഷൻ ഡി ആണ് ഇവയിലെല്ലാം. സിറിഞ്ചിന്റെ പ്രവർത്തനം ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറിന്റെ കസേരയിൽ. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം. 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി? ഓപ്ഷൻ എ ആണ് 4000 ജൂൾ. 2025 നവംബർ 2-ാം തീയതി ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03യുമായി ബന്ധപ്പെട്ട് ശരിയായത് തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് 1ഉം 3ഉം. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകളിൽ ഏതിനാണ് കാന്തിക ക്ഷേത്രത്തിന്റെ അഭാവത്തിൽ ഒരേ ഊർജം ഉണ്ടായിരിക്കുക? ഓപ്ഷൻ സി ആണ് 2, 4. താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിനു നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതമല്ലാത്തത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ലോഹസ്ഥാന ചലന പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നു. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആര്? ഓപ്ഷൻ സി ആണ് ജോൺ എം മാർട്ടിനസ്. താഴെ പറയുന്നവയിൽ കിളിപ്പാട്ട് വൃത്തമായി അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേക. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചലച്ചിത്രത്തിന്റെ പേര്? ഓപ്ഷൻ എ ആണ് വിഗതകുമാരൻ. മാപ്പിളപ്പാട്ടിലെ ഈണത്തിന്റെ താളക്രമം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ഇശൽ. ഇന്ത്യൻ ക്രിക്കറ്റിൽ സച്ചിനു മുൻപ് ജന്മം കൊണ്ട ബാറ്റിംഗ് ഇതിഹാസം ആരാണ്? ഓപ്ഷൻ ബി ആണ് സുനിൽ ഗവാസ്കർ. തക്ബുർണി എന്ന സമകാല നോവൽ രചിച്ചതാര്? ഓപ്ഷൻ ബി ആണ് വന്ദന. അടുത്തതായിട്ട് വരാൻ പോകുന്നത് മാത്സുമായിട്ട് ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുന്നില്ല, പക്ഷേ ഉത്തരങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊജക്ട് ടൈഗറുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് 3 ഓൺലി. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. ഒരു പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്? ഓപ്ഷൻ ഡി ആണ് വന്യജീവി സംരക്ഷണ നിയമം. എലിഫന്റ് റിസർവുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് 2ഉം 3ഉം. ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള എലിഫന്റ് റിസർവ് ആനമുടി ആണ്. നിലമ്പൂർ എലിഫന്റ് റിസർവിന്റെ ഭൂപ്രദേശം മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട് എന്നീ റവന്യൂ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല റിസർവ് ഏതാണ്? ഓപ്ഷൻ എ ആണ് നീലഗിരി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനാവരണം ഉള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ആണ് മധ്യപ്രദേശ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗോളതാപനത്തിന്റെ സൂചകങ്ങൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് 1, 2, 3. സമുദ്രനിരപ്പ് ഉയരുന്നത്, ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾ, ഐസ് ഘടനയിലുണ്ടാവുന്ന മാറ്റങ്ങൾ. കരിമ്പുഴ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം. ചോല നായ്ക്കന്മാർ താമസിക്കുന്ന മാഞ്ചേരി കോളനി വന്യജീവി സങ്കേത പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ന്യൂ അമരമ്പലം സംരക്ഷിത വനത്തിന്റെ ഭാഗങ്ങൾ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടു വരുന്നു. ഡോൺ ബൈ ട്രബിൾ എന്നത് ഏത് സംഘടനയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണ പരിപാടിയാണ്? ഓപ്ഷൻ ബി ആണ് ട്രാഫിക്. IUCN വർഗീകരണം അനുസരിച്ച് സഹ്യപർവ്വത വനങ്ങളിൽ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽപ്പെട്ട ജീവി ഏതാണ്? ഓപ്ഷൻ എ ആണ് 1 ഓൺലി, മലബാർ വെരുക്. കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് 1, 2, 3. കടലുണ്ടി വള്ളിക്കുന്ന് ആണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് കമ്മ്യൂണിറ്റി റിസർവ് രൂപീകരിക്കുന്നത്. കടലുണ്ടി വള്ളിക്കുന്ന് റിസർവിന്റെ വിസ്തീർണം 1.5 ചതുരശ്ര കിലോമീറ്റർ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന ദിനാചരണങ്ങൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർത്തിരിക്കുന്നത് തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. ജനുവരി 5 ദേശീയ പക്ഷിദിനം, ഏപ്രിൽ 22 ഭൗമദിനം, സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം, മെയ് 22 അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനം. താഴെ കൊടുത്തിരിക്കുന്ന നിയമങ്ങളും അവ നടപ്പിലാക്കിയ വർഷങ്ങളും ശരിയായി ചേരുംപടി ചേർത്തിരിക്കുന്നത് തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഇന്ത്യൻ വന നിയമം 1927, വന്യജീവി സംരക്ഷണ നിയമം 1972, കേരള വന നിയമം 1961,
ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കോന്നി. ഓപ്പറേഷൻ തണ്ടർ 2023 നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഓപ്ഷൻ സി ആണ് അന്താരാഷ്ട്ര തലത്തിലുള്ള വന്യജീവി കള്ളക്കടത്ത് കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദ അബവ്. UNEPയുടെ പ്രഖ്യാപനം അനുസരിച്ച് 2024 ലോക പരിസ്ഥിതി സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ചത് സൗദി അറേബ്യയാണ്. 2021 മുതൽ 2030 വരെ UNEP പരിസ്ഥിതി പുനഃസ്ഥാപന ദശാബ്ദമായി ആചരിക്കുന്നു. 1972 UN ജനറൽ അസംബ്ലി സമ്മേളനമാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത്. താഴെ പറയുന്നവയിൽ പ്രൊജക്ട് എലിഫന്റ് രൂപീകരിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് 1, 2, 3. കാട്ടാനകളുടെയും അവയുടെ ആവാസ വ്യവസ്ഥയും ഇടനാഴികളും സംരക്ഷിക്കുക, മനുഷ്യ വന്യമൃഗ സംഘർഷം മൂലമുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, നാട്ടാനകളുടെ ക്ഷേമം ഉറപ്പാക്കുക. റെഡ് ഡേറ്റ ബുക്കിൽ കറുത്ത നിറത്തിലുള്ള കോഡ് നൽകിയിരിക്കുന്നത് ഏത് തരം ജീവികളെ സൂചിപ്പിക്കുവാനാണ്? ഓപ്ഷൻ എ ആണ് വംശനാശം സംഭവിച്ചവർ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ഡെറാഡൂൺ. ജീവനക്കാരുടെ സെൻസിറ്റീവായ വ്യക്തിഗത വിവരങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ആ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അശ്രദ്ധ കാണിച്ചു. അതുവഴി ജീവനക്കാർക്ക് നഷ്ടം സംഭവിച്ചു. ഡാറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ജീവനക്കാർക്ക് ആ സ്ഥാപനത്തിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ കഴിയുമോ? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അതെ. സെക്ഷൻ 43A ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നഷ്ടപരിഹാരം നൽകാൻ ബോഡി കോർപ്പറേറ്റ് ബാധ്യസ്ഥമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. സെക്ഷൻ 66C ഐഡന്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ, സെക്ഷൻ 66E സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷ, സെക്ഷൻ 66F സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ. ഐദർ യു ഓർ ഐ ഡാഷ് ടു ചൂസ് ദ പോസ്റ്റ്. ഓപ്ഷൻ ബി ആണ് ആം. ദ പാസീവ് ഫോം ഓഫ് യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഡോക്യുമെന്റ്. ഓപ്ഷൻ സി ആണ് ദ ഡോക്യുമെന്റ് നീഡ് നോട്ട് ബി സബ്മിറ്റഡ്. ദേ വർ നോട്ട് അഷെയിംഡ് ഡാഷ് ഹഗ് ഈച്ച് അതർ. ഓപ്ഷൻ എ ആണ് 2. Get ready for the descent is an example of option A ആണ് imperative sentence. She will dash the position of a manager tomorrow. Option D ആണ് take up. Choose the correctly spelled word. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. If I knew her address, I dash a letter to her. ഓപ്ഷൻ സി ആണ് could write. Synonyms of succumb. ഓപ്ഷൻ സി ആണ് both 1 and 2. Yield, relent. I asked him, can you join the team today? Change the sentence into reported speech. I asked him if he could join the team on that day. The idiom stands for stop avoiding the main issue and speak directly. Option C ആണ് beat around the bush. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഉപക്രമം എന്ന പദത്തിന്റെ വിപരീത അർത്ഥമായി വരുന്ന പദം. ഓപ്ഷൻ ഡി ആണ് ഉപസംഹാരം. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി ആണ് പൂ പ്ലസ് അമ്പ്. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ ആണ് നങ്ങ്യാർ. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി ആണ് മിടുക്കർ. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏത്? ഓപ്ഷൻ സി ആണ് വഴി കാണിക്കുക. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ ആണ് പിപാസു. 10, 15 എന്ന പദത്തെ ഘടക പദങ്ങളാക്കുക. ഓപ്ഷൻ ബി ആണ് 10, 15. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ സി ആണ് ഉരുളക്കുപ്പേരി.